പീസിന കോൺഫറൻസിൻ്റെ 3-ാം ദിവസമായ ശനിയാഴ്ചത്തെ ഉച്ചഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതലും ഇന്ത്യൻ ഭക്ഷണങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് 1-ാമത്തെ കൗണ്ടറാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് സാൽമൺ ഉണ്ടല്ലേ? സാൽമൺ ഉണ്ട്, ഗ്രിൽ ചിക്കൻ ഉണ്ട്, പിന്നെ സാലഡ്, ക്യാരറ്റ് കേക്ക്, മാംഗോ ഐസ്ക്രീം. അതെ, അങ്ങനെ വളരെ ഡെലീഷ്യസ് ആയിരിക്കുന്ന ഒരു ലഞ്ചാണ് നമ്മളിന്ന് കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പീസിനാക്ക് കിഡ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ പാർട്ടിസിപ്പൻസ് ഇങ്ങനെ അണിയായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവർ ഭക്ഷണത്തിന് വേണ്ടി പോവുകയാണ്. അതെ അതെ അതെ, നമ്മൾ ഒത്തിരി കൗണ്ടറുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇന്നും 1, 2 ഏകദേശം 6 കൗണ്ടറുകളാണ്. വൺസ് അഗെയിൻ ഇതൊരു ഇന്ത്യൻ ഫുഡാണ്. ഇന്ത്യൻ ഫുഡ് ഇഷ്ടമില്ലാത്തവർക്കുള്ള മറ്റ് ഫുഡുകളുമുണ്ട്. റൈസ്, പിന്നെ വെജിറ്റബിൾ കുർമ, പിന്നെ അതെ സ്ട്രീംഡ് വെജിറ്റബിൾസ്, സാൽമൺ. ഇന്നത്തെ ഹിറ്റ് സാധനം അതായിരിക്കും കേട്ടോ. അതെ, സാൽമൺ റെഡിയാണ് അല്ലേ? അവർ ചിക്കൻ, അതെ, അങ്ങനെ റെഡിയാണ്. അങ്ങനെ നമ്മൾ സെർവിങ് ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ, ഫുഡ് കമ്മിറ്റിയിലെ ആൾക്കാർ വളരെ റെഡിയായിട്ട് നിൽക്കുകയാണ്. 12 മണിക്ക് ഡോർ ഓപ്പൺ ആക്കി. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാനും വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്കാണ് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് അവർ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാളസിൽ നിന്ന് നമ്മുടെ എബി, അങ്ങനെ പലർ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ലൈനിൽ നിൽക്കുന്നു. ഒരു ക്യൂ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഫുഡ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടമായ നല്ല കാപ്പി, അതുപോലെ തന്നെ ചായ, മസാല ടീ, ഇഷ്ടംപോലെ വെള്ളം, ഇതെല്ലാം പ്രത്യേക കൗണ്ടറിൽ നിന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് എൻട്രൻസിൽ നിങ്ങളുടെ ബാഡ്ജ് സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം ലഭിക്കുന്നു. നമ്മുടെ പീസിനാക്കിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടം സംഭവിച്ച ഫിലദൽഫിയ കോൺഫറൻസ്, അത് ജനഹൃദയങ്ങളിൽ നിന്ന് മാറുന്നതല്ല. യോങ്കിച്ചോയായിരുന്നു അന്നത്തെ അധ്യക്ഷൻ. അതിൻ്റെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യു നമ്മളുമായിട്ട് ചേരുകയാണ്. ഈ കോൺഫറൻസിനെ ആചാൻ എങ്ങനെ വിലയിരുത്തുന്നു? ഇതുവരെ നല്ല ഫുഡ് പ്രത്യേകിച്ച് നല്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉള്ള ഫുഡ് വളരെ നല്ലായിരുന്നു. നല്ല ക്രമീകരണങ്ങളൊക്കെ വളരെ നന്നായി നടക്കുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളുമില്ല. സഹായിക്കും. അതെ, പുതിയ മറ്റ് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഒരു ഇതായിട്ട് പോകുന്നു അല്ലേ? അതെ അതെ, ഞാൻ ഇതിനെ ഒത്തിരി ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന ആളാണ്. ഒത്തിരി കോൺഫറൻസ് പങ്കെടുത്തിട്ടുള്ള ആളാണ്. നമ്മുടെ ഒരു പീസിനാക്കിൻ്റെ ഒരു ഫോക്കസ് ഗ്രൂപ്പിലും അച്ഛനാണ് അതിൻ്റെ ഒരു അല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ഫോക്കസ് ഗ്രൂപ്പ്? ഇത് ഒരു പീസിനാക്ക് ഒരു ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് നോൺ പ്രോഫിറ്റ് സ്റ്റാറ്റസ്. അതെ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താ? അങ്ങനെ നടക്കുമോ? എല്ലാം നടന്നു, എല്ലാം റെഡി ആയിരിക്കും. അതെ, അത് നമ്മുടെ ജനറൽ ബോഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തു. ജനറൽ ബോഡി അക്സെപ്റ്റ് ചെയ്തു. 3 ജനറൽ ബോഡിയിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അച്ഛൻ എല്ലാവിധമായിരിക്കുന്ന കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അതെ, വീണ്ടും ഇത് 2-ാമത്തെ കൗണ്ടറാണ്. നമ്മുടെ സഹോദരിമാർ, ഞാൻ ഇന്ന് രാവിലത്തെ ഇതിൽ പറഞ്ഞ പോലെ വളരെ ഉത്സാഹത്തോടെ ചെയ്തു. ഒരു ട്രേ എംറ്റി ആയി കഴിഞ്ഞ കാര്യം. അതുപോലെ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലര് വരികയും ഫുഡ് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള ഫുഡിനോട് വളരെ താല്പര്യം. ഫുഡൊക്കെ നന്നായിരിക്കുന്നല്ലോ അല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇപ്പോഴത്തെ ഫുഡ് അല്ലേ, ഒരു കേരളീയ ഫുഡ് കിട്ടുന്ന. അതെ അതെ അതെ, വെരി ഗുഡ്. ബാക്കി റസൽ സാർ എങ്ങനെയുണ്ട്? നമ്മുടെ ഈ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ലതായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കേരളീയ ഫുഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അല്ലേ? ബാക്കിയാണെങ്കിൽ ഒത്തിരി പീസിലൊക്കെ നമ്മൾ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടേ. അതെ 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 അതെ, ഓക്കെ, താങ്ക് യു. ഈ കോൺഫറൻസിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ആതിഥേയത്വപൂർവ്വം ക്ഷമയോടെ നമ്മുടെ വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്ന, വിളമ്പുന്ന നമ്മുടെ സഹോദരിമാരാണ്. ഒരു വളരെ പേഴ്സണൽ അറ്റൻഷനാണ് കൊടുക്കുന്നത്. പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്കുള്ള ഫുഡുകൾ കൊടുത്ത് നമ്മുടെ സഹോദരിമാർ അവരുടെ സ്വന്തം ഭവനത്തിൽ വന്ന് കഴിക്കുന്ന പോലെയുള്ള പ്രതീതിയോടാണ് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇത് വേറൊരു കൗണ്ടറാണ്. അടുത്ത കൗണ്ടറിലാണ്. ഈ കൗണ്ടറിലും ആൾക്കാർ ഫുഡ് എടുക്കുന്ന ലൈനിലാണ്.
അധികം ലൈൻ ബിൽഡപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഏകദേശം 6 കൗണ്ടറുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും ഈ സഹോദരിമാരും നമ്മുടെ സഹോദരന്മാരും എല്ലാം വളരെ ബന്ധപ്പെട്ട് അവർ വിളമ്പി കൊടുക്കുകയാണ്. വളരെ ഒരു ആതിഥേയത്വം ഉള്ള ഷിക്കാഗോയുടെ സഹോദരങ്ങളാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കേരളീയ വിഭവങ്ങളാണ് കൂടുതൽ. ഭക്ഷണ ക്രമീകരണത്തിൽ വളരെ സന്തോഷത്തോടെ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ കൗണ്ടറിൽ തന്നെ ഡെസേർട്ട് ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. Hi, Dr. Jesu, how are you? Let me close this. Dr. Geta, can you say some briefing? ഈ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? മൂന്നിൽ നേരെ 1:30. ഈ ഒരു ലൈനിലാണ് ശകലം നീണ്ട ക്യൂ അനുഭവപ്പെടുന്നത്. ഏതാ വേറെ നമുക്ക് 6 കൗണ്ടറുണ്ട്. 6 കൗണ്ടർ. അതെ, ഇത് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് സിസ്റ്റർ അന്നമ്മ നൈനാൻ. അന്നമ്മ നൈനാൻ വളരെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. മദേഴ്സ് പ്രയർ അനേക വർഷം മുമ്പ് ആരംഭിച്ച് പിന്നെ അനേക പ്രാർത്ഥനാ ചങ്ങലയിൽ ചേരുന്ന ആളാണ്. പ്രിയ അന്നമ്മ നൈനാൻ അമ്മച്ച് നമ്മളോട് ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇതെല്ലാം എടുക്കുകയാണ്. ഈ നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ പറയും. ഇത് സോഫാർ ഇത് 2 ദിവസമായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? മീറ്റിംഗ് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ള ആണ് അല്ലേ? സകലത്തിലും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രതീതി എല്ലാറ്റിലും ഉണ്ടായിരുന്നു. സകലത്തിലൊരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം ശരിക്കും അനുഭവിക്കാനിടയായി. ഞാനതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് നമ്മൾ ഒത്തിരി പിന്നെ നാളുകൾക്ക് മുമ്പേ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു അല്ലേ? ആൻറ്റി ഉൾപ്പെടെ ഉള്ളവർ ഒത്തിരി പേര് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഒരു വിജയം നമുക്ക് തന്നു എന്നുള്ള ഒരു വലിയൊരു സന്തോഷം നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു. തമ്പിച്ചാൻ നമ്മുടെ പ്രയർ കോർഡിനേറ്ററാണ്. അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ 1.5 വർഷമായി തമ്പിച്ചാന് അതുപോലെ തന്നെ 2-3 പേരോട് ചേർന്ന് പ്രയർ നടത്തി. അതിനൊരു വിജയമാണ് നമ്മൾ അല്ലേ തമ്പിച്ചാൻ അല്ലേ? നമ്മുടെ ആ പ്രാർത്ഥനയുടെ ഒരു വിജയമാണ് ഈ കോൺഫറൻസിൻ്റെ വിജയം എന്ന് പറയും. യെസ്, കണ്ടുകൊണ്ടിരിക്കും. യെസ്, സ്തോത്രം. പാസ്റ്റർ ജോസഫ് ഇപ്പോൾ നമ്മളോട് 1 മിനിറ്റ് ചേരുന്നു. സോഫാർ നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മളിപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ട് നമ്മൾ ചിന്തിച്ചതിലായും അധികമായ ദൈവം എല്ലാ മീറ്റിങ്ങുകളും ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഉദ്ദേശിച്ചതിനെക്കാട്ട് ആൾക്കൂട്ടം, ആഹാരം നല്ലത്, എല്ലാവരും സന്തോഷം, സകല മാനവും ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. അടിപൊളി ഫുഡ് ഇന്നലെ രാത്രി മൊത്തം അതുകൊണ്ട് നല്ല ചിക്കന് സാലഡ് എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ വൺ ഓഫ് ദി ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സെഷനാണ്. മലയാള സെഷൻ നന്നായിട്ട് പോകുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പൻസ് അത് ഓർഗനൈസ് ചെയ്തത് എവറിത്തിങ്. ദർ ഇസ് എ കപ്പിൾ ഓഫ് പീപ്പിൾ ബിഹൈൻഡ് ദാറ്റ് English session, and Wesley is one of that one, right? Wesley and this is his wife, Elisa. And yesterday they both led the single session. They were the MC. Okay. Wesley is actually born and brought up here in Chicago, right? Yes. Yeah. The Wesley mother and you also attended maybe singles meeting, no, right? ഇതാണ് മോള്. Yes. ബ്ലസ്സി, മോളുടെ ഭർത്താവ് ക്രിസ്. Hi, Chris. Hello. ഇത് നമ്മുടെ ലോക്കൽ ട്രഷറർ വറീസ് സാമുവലിൻ്റെ കുടുംബമാണ്. വറീസ് സാമുവലിനെ ഒരുപക്ഷെ ഫാമിലി കണ്ടിട്ട് തന്നെ ഒത്തിരി ദിവസമായി കാണും. ബിക്കോസ് ഈസ് ബിസി ആൻഡ് ഈസ് എവരിവെയർ. Okay, thank you so much. Okay, have a nice day. Circle of life. Right. So let me take a few. This is going to be live now, okay? Because can you give some feedback about this meeting? Or this is the first session you are attending? It's very good. It's
which session you already attended? We went to one session, but it was kind of full. Marriage and relationships, Marriage and and then the relationship. Holy Spirit one. Oh, okay. Okay, thank you. Okay, Dr. Jesu. And hey, Greta, what about our other meetings? There's an Empower meeting or something, you attend already or no? No, not yet. I think that is this afternoon. Oh, yeah. This afternoon. Okay, thank you. അതൊന്നും ഇടല്ല. ക്ലാരിച്ചാന് അതുപോലെ തന്നെ കുഞ്ഞോച്ചാന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പീസിനാക്കും അറ്റൻഡ് ചെയ്തൊരു ഫാമിലിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒത്തിരി ഫാമിലിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ച് എന്നാ അഭിപ്രായം? നല്ല കോൺഫറൻസ് ആയിരുന്നു. എല്ലാം നല്ല പിന്നെ രജിസ്ട്രേഷനിലൊക്കെ കുറച്ചൊരു അത് ആദ്യത്തെ ദിവസം ഒരു ശക്കലം പരാതികളൊക്കെ കുഴപ്പമില്ല. പിന്നെ അത് സെറ്റപ്പ് കുഞ്ഞോഞ്ചാന് പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ചുമതലയാണ്. ഞാൻ ഇവരെ പരിചയപ്പെടുത്തി എനിക്ക് സന്തോഷമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് പീസിനാക്കിൽ എപ്പോഴും ഒരു സജീവ സാന്നിധ്യമാണ്. ഒരു ശുഭ്ര വസ്ത്രം ധരിച്ച ഒരു അമ്മച്ചി എപ്പോഴും നമ്മുടെ പീസിനാക്കിലുണ്ടായിരുന്നു. അന്നത്തെ മലയാളികൾ ആ അമ്മച്ചിയെ വിളിച്ചുകൊണ്ടിരുന്നത് തൃശ്ശൂർ അമ്മച്ചി എന്നാണ്. തൃശ്ശൂർ അമ്മച്ചി വളരെ ഫേമസ് ആണ് പീസിനാക്കിൻ്റെ കോൺഫറൻസ്. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിൽ വിശ്രമിക്കുന്നു. അതുമാത്രമല്ല, അതുപോലെ തന്നെ ഈ ഫാമിലി നമ്മുടെ മേഴ്സി ആൻറ്റിയൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രേയറുടെ അതുപോലെ വിമൻസ് എൻ്റെ മീറ്റിങ്ങിനൊക്കെ ഒത്തിരി മുമ്പിൽ നിൽക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ദീർഘനാൾക്ക് മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി ഇലിനോയ് സ്റ്റേറ്റിൽ ഇമിഗ്രേഷൻ ജഡ്ജ് ആയിട്ട് ഒരു അപ്രൂവൽ ഉണ്ടായി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മലയാളി പെന്തക്കോസ്റ്റ് വിശ്വാസി പ്രത്യേകിച്ച് ഇലിനോയിൽ അതും ഇമിഗ്രേഷൻ സെക്ഷനിലെ ഒരു ജഡ്ജിയായിട്ട് നിയമിതനാകുന്നത്. മോൻ്റെ ഒഫീഷ്യൽ നെയിം ഷോൺ ജേക്കബ് എബ്രഹാം. ഷോൺ ജേക്കബ് എബ്രഹാമിനെ ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജഡ്ജിയാണ്. പക്ഷേ അദ്ദേഹം വണ്ടിയെ ഒഹേർ എയർപോർട്ടിൽ നിന്നും മിർവേ എയർപോർട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കോൺഫറൻസിലേക്ക് ഇറക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയിലാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ അതാണ് സന്തോഷമെന്ന് എന്നോട് പറഞ്ഞു. സംസാരിച്ച് പറഞ്ഞു ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അദ്ദേഹം ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ ഹോട്ടലിൽ നിന്ന് ഹോട്ടലിലേക്ക് ആളെ കൊണ്ടുവന്നു, എയർപോർട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ വളരെ ലളിതമായ താഴ്മയും വിനിയുള്ള ആ ജഡ്ജിയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? നമ്മൾ ചിക്കാഗോരായതുകൊണ്ട് നമ്മൾ നല്ലതാണെന്ന് എപ്പോഴും പറയും. അപ്പം അല്ലാതെ ഒരു 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 കമൻസ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഒരു കോൺഫറൻസാണ്. വന്നതുപോലെ ആരും മടങ്ങി പോകത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടെ പ്രാപിച്ചെടുക്കുന്ന അനുഗ്രഹം അവരോട് പോകുന്ന ദേശത്ത് വർദ്ധിക്കാൻ ദൈവം സഹായിക്കട്ടെ. ജനറേഷൻ ടു ജനറേഷൻ അതുപോലെ കൈമാറാനും ചെയ്യാനും ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. യെസ് കുഞ്ഞുജ. ഞാൻ ഒരുമാതിരി എല്ലാ കോൺഫറൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺഫറൻസിന് ഇത്രയധികം വണ്ടികൾ ഞങ്ങൾ റെൻ്റ് ചെയ്ത് 8 വാനും 3 ബസ്സും ഒരു കോൺഫറൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല. 8 വാനും 3 ബസ്സും 8 വാനും 3 ബസ്സുമാണ് ഈ കോൺഫറൻസിൻ്റെ കമ്മിറ്റിക്കാർ ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിൽ വരുന്ന അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതെ താമസവും ഉണ്ടാകാതെ കോൺഫറൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിൽ അതുണ്ടാകുമല്ലോ, മാനുഷികമാണല്ലോ ഇതെല്ലാം. അല്പതാമസങ്ങൾ ചില ഭാഗത്ത് നേരിട്ടതായിട്ടുള്ള പരാതിയല്ല എങ്കിൽ തന്നെയും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് പിറ്റേ ദിവസം തന്നെ അത് ഫിക്സ് ചെയ്തു. ഇന്നലെ ഞാൻ വേറെ ഒരു കമൻറ്റും നെഗറ്റീവായിട്ട് നമ്മൾ കേട്ടില്ല. ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ശരിയാണ്, നമ്മുടെ സഭായോഗം 11:30 കഴിയും. അപ്പോൾ തന്നെ ഭക്ഷണം കഴിഞ്ഞ ശേഷം ഈ ജനങ്ങൾക്കെല്ലാം പെട്ടെന്ന് എയർപോർട്ടിൽ ചെല്ലാനുള്ള സാവകാശം നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്ലെയിനിൻ്റെ ടൈം എത്ര മണിക്കാണെങ്കിലും എത്രയും നേരത്തെ നിങ്ങളെ എയർപോർട്ടിൽ എത്തിക്കാനുള്ള ക്രമീകരണമാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതും ഈ ട്രാൻസ്പോർട്ടേഷൻ പിക്ക് ചെയ്ത നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ടോപ്പ് ലെവലിലുള്ള നല്ല എഞ്ചിനീയേഴ്സ്, എക്സാക്ട്ലി ഉയർന്ന ജോലികൾ, സാങ്കേതിക വിദ്യയിലും മറ്റു ജോലികളിലൊക്കെ ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരും മറ്റുള്ളവരുമാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അത് വളരെ സന്തോഷമാണ്. കാര്യം അവർ ആരും എടുക്കാത്ത ജോലി അവരെ ഏറ്റെടുത്തങ്ങ് ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മളോടൊപ്പം ചേരുന്ന ലിജോ നമ്മുടെ ചിക്കാഗോക്കാരനാണ്. ലിജോ ആൻഡ് ലിജോയുടെ വൈഫ്, അവർ 2 കുഞ്ഞന്തിയെ അവിടെയുണ്ട്. ഓക്കെ, ലിജോ ചിക്കാഗോ സ്വദേശിയാണ്. എന്നാൽ ഇപ്പോൾ ഒക്ലഹോമ ഏത് ചർച്ചിലാണ്? നോർത്ത് ചർച്ച് എവിടെയായിരിക്കുന്നത്? നോർത്ത് ഒക്ലഹോമ. അവിടെയാണ് ഒക്ലഹോമയിലെ ഗവർണറുടെ നമ്മുടെ ചർച്ചിലെ മെമ്പറാണ്. ഒക്ലഹോമ ഗവർണർക്ക് മെമ്പറായിരിക്കുന്ന ചർച്ചിലെ പാസ്റ്ററാണ് ലിജോ.
റീസെൻ്റ്ലി ഡോക്ടറേറ്റ് എടുത്തു. കൺഗ്രാജുലേഷൻ അഗെയിൻ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് കുഞ്ഞ് അല്ലേ? ഈ കുഞ്ഞിനെ നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. 12 വർഷം പ്രൈസ് ദി ലോർഡ്. 12 വർഷം അവരൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് കുഞ്ഞിനെ കിട്ടി. മോൻ്റെ കുഞ്ഞിൻ്റെ പേര് സാമുവൽ. ഹായ് സാമുവൽ. അതെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം കഴിച്ചോ? ഓക്കെ, വാട്ട് ഈസ് യുവർ ഫീഡ്ബാക്ക് അബൌട്ട് ദിസ് കോൺഫറൻസ്? It's a blessed conference. A lot of the leaders worked hard and really appreciate what the Lord is doing here. And God is in the middle of this. There's a God factor in this, and appreciate all the leaders that work behind the scenes. Okay. For the many massive people that came here to hear the gospel. Okay. Thank you. God bless. ഇത് നമ്മുടെ ചിക്കാഗോയിലുള്ള ഒരു ഫാമിലിയാണ്. ഞാൻ ജോയിമോൻ, ജെസ്സി, അതുപോലെ ആ ഫാമിലി, ജോമോന്, പാസ്റ്റർ ജോമോൻ. അതെ, ഞാൻ ഒരു കാര്യം ലൈവ് പോവാണേ. അപ്പം നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഡോക്ടർ സതീഷ് കുമാർ റിയലി blessed me with his message. Wonderful experience. സതീഷ് കുമാറിൻ്റെ പ്രസംഗം നല്ല അനുഗ്രഹമായിരുന്നു അല്ലേ? അതെ. ഒത്തിരി സമയം അദ്ദേഹത്തിന് കിട്ടി. നല്ല പ്രസംഗമാണെന്നാണ് ഒത്തിരി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അത് ദൈവത്തെ എന്ന് സ്തോത്രം. ജോൺ പാസ്റ്റർ എന്ത് പറയുന്നു? വെരി ഗുഡ് ആയിട്ട് പോകുന്നു. ഓക്കെ. താങ്ക് യു. നമ്മുടെ പാസ്റ്റർ തോമസ് കുര്യൻ ഇപ്പോൾ നമ്മളോട് ചേരുന്നു. അദ്ദേഹം നമ്മുടെ നാഷണൽ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. പാസ്റ്റർ തോമസ് കുര്യൻ, നമ്മുടെ ഈ കോൺഫറൻസിനെ കുറിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ് തരാം. എങ്ങനെ പോകുന്നു കോൺഫറൻസ്? ഭക്ഷണം 40ാമത് കോൺഫറൻസിൽ പങ്കെടുക്കാനൊത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കോൺഫറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ നടന്ന കോൺഫറൻസിനേക്കാൾ എല്ലാം ഏറ്റവും മെച്ചമായ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. നല്ല ഫുഡ്, നല്ല അക്കോമഡേഷൻ, അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമുകളും അത് വളരെ സ്പിരിച്വലി വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പി സി നായകൻ്റെ മുൻ ട്രഷറാണ് തോമസ് കെ വർഗീസ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ഹലോ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നു. കോൺഫറൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മളോട് ഇപ്പം ചേരുന്നത് കേരള എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്റർ KM ഈപ്പൻ നമ്മളോട് ഒപ്പം ചേരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിൻ്റെ സെക്രട്ടറി രാജൻ ആരിപ്പള്ളിയുണ്ട്. നേരത്തെ ട്രഷറുണ്ട് സാം രാജു പൊന്നോലി ക്ഷമിക്കണം. ഈപ്പച്ചാനോട് കുഞ്ഞുചാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാവുന്നു. നല്ല ഭക്ഷണമാണ് തോന്നുന്നത്. കഴിപ്പിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ തോന്നുന്നു എന്നുള്ള പദത്തിന് അവിടെ ഒന്നാന്തരം ഫുഡ് നമുക്കെല്ലാം നമ്മൾ അതെ നല്ല ഫുഡുകൾ. ഇവരുടെ സിസ്റ്റം ഏറ്റവും നല്ലത്. സിസ്റ്റമായിട്ട് കളയാതെ ആവശ്യക്കാർക്ക് ആവശ്യം പോലെ കൊടുക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഏതെങ്കിലുമൊക്കെ അകത്ത് കയറി അറ്റൻഡ് ചെയ്യാനുള്ള ശാരീരിക സൗഖ്യം ഉണ്ട്? കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം റൈറ്റേഴ്സ് ഫോറം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അനേക ആദരവുകൾ ഇതിന് പല മീറ്റിംഗ് കിട്ടിയിട്ടുണ്ടെന്നാൽ ഇത് ഇവിടെ വെച്ച് ഈ കോൺഫറൻസിൽ ആദരിക്കാനിടയിൽ അതിൽ സന്തോഷമുണ്ട്. സാം തോമസ്, എങ്ങനെയുണ്ട് നമ്മുടെ മീറ്റിംഗ്? ഇതിനെക്കുറിച്ചൊരു മീറ്റിംഗൊക്കെ വളരെ എല്ലാ സംവിധാനങ്ങളും നന്നായിരുന്നു. നിശ്ചയമായും അഭിനന്ദനം അറിയിക്കാം. എന്നാൽ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ലൈവ് അത്ര ശരിയായില്ല. ന്യൂയോർക്കിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞു മ്യൂസിക്കും ലൈവും മുൻ വർഷങ്ങളെപ്പോലെ നന്നായിരുന്നില്ല എന്നുള്ള ഒരു ചെറിയ കുറവ് പറയാനുണ്ട്. വരും വർഷങ്ങളിൽ അതിന് പ്രതികരണം വരുന്ന ഭാരവാഹികൾ. നമ്മുടെ മുൻ സെക്രട്ടറി നമ്മളോട് ഇപ്പം ചേരുന്നു.
നമ്മുടെ പി സി നാക്കിനെ ഇതിനെ കുറിച്ച്. അതെ, ഈ ഇവിടെ നടക്കുന്ന കോൺഫറൻസിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിന് ശേഷം ശ്രദ്ധിച്ചത് വളരെ നല്ല അറേഞ്ച്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഈ ഡൈനിങ് റൂമിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകൾ പോലും പൊതുവെ നല്ല ഒരു കോൺഫറൻസ് തന്നെ വേണം പറയാം. എങ്കിലും ഇനി 2 ദിവസങ്ങളുണ്ടല്ലോ കോൺഫറൻസിൻ്റെ മുഴുവനായിട്ട് അവലോകനം. എന്നാൽ ഇതുവരെ ഉള്ള കാര്യത്തിൽ വളരെ സംതൃപ്തനാണ്. ഇവിടെ നമുക്ക് ഒരു പൊതുവികാരം നമുക്ക് കിട്ടുന്നത് അകത്തുനിന്നും പുറത്തുനിന്നും കിട്ടുന്ന ലൈവിൻ്റെ ചില പ്രശ്നങ്ങൾ, ഓഡിയോ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ചില പരിമിതികൾ നമുക്കുണ്ട്, ചെറിയ പരാതികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് അഗെയിൻ ഇതൊരു മാനസിക പ്രവർത്തനങ്ങളാണ്, അതിൻ്റേതായിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മുൻ ട്രഷറർ ബ്രദർ സാം തോമസ് പറഞ്ഞ പോലെ അത് പരിഹരിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത വർഷങ്ങളിലോ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പോ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ ജോസ് ചിക്കാഗോയിലുള്ള ഒരാളാണ്. ജോസ് അദ്ദേഹം നാളുകൾ എനിക്ക് തോന്നുന്നു എല്ലാ പി സി നാ കോൺഫറൻസിലും പങ്കെടുക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? 3 എണ്ണം മിസ് ചെയ്തിട്ടുണ്ട്. 40 എണ്ണത്തിൽ 3 എണ്ണം മിസ് 37 പി സി നാ കോൺഫറൻസിൽ പങ്കെടുത്തു. എന്നിട്ട് ഈ കോൺഫറൻസിനെ കുറിച്ച് ഒരു അഭിപ്രായം? ഒരു കുഴപ്പമില്ല, പക്ഷേ പുതിയ അഭിപ്രായത്തിൽ എക്സ്പെൻസ് കൂടിപ്പോയെന്നൊരു തോന്നുന്നു. ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗമുണ്ട്. നമ്മൾ കോൺഫറൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ സാമ്പത്തികമാണ് ഒരു പ്രശ്നം നമുക്ക് വന്നത്. യുദ്ധമുണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എങ്കിലും അനേകം അതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. താങ്ക് യു. ഇപ്പം നമ്മളോട് ചേരുന്നത് തോമസ് കുര്യൻ ആൻഡ് ശോശാമ്മ കുര്യൻ, നമ്മുടെ തങ്കച്ചാനും തങ്കമ്മയാണ്. അവർ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 5 മൈലേ ഉള്ളൂ. പക്ഷേ ഈ കോൺഫറൻസിൽ ഹോട്ടലെടുത്ത് താമസിച്ച് ആദ്യോടന്തം പങ്കെടുക്കുന്ന ഒരാഗ്രഹത്തിന് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഈ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കോൺഫറൻസിലെ മീറ്റിങ്ങിലൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം? നമ്മുടെ മീറ്റിങ്ങുകളുടെ ബൈക്ക് വരാൻ പറ്റിയില്ല, ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. എങ്കിലും 8:30 നിന്നില്ല. നമ്മുടെ കോൺഫറൻസിൽ ഒരു ദിവസം 3 പേർക്കാണ് പ്രസംഗിക്കാൻ കൊടുക്കുന്നത്. 9:30 വരെയാണ് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നത്. 9:30 കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പ്രാസംഗികരെ ചിലപ്പോൾ പ്രസംഗം നിർത്തിയിട്ട് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് അനീഷ് കൊല്ലം പോലുള്ള ദേവദാസന്മാർ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു. ഇന്നും പ്രാർത്ഥനയ്ക്കുള്ള അവസരം പ്രത്യേകം നമ്മളെ ക്രമീകരിക്കുന്നുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് എന്ത് പറയും? വന്നില്ല. ഓക്കെ. മൈക്കിൻ്റെ ഒരു പ്രശ്നം, അതെ, മൈക്കിൻ്റെ പ്രശ്നം ഒരു പരാതിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. വന്ന ആദ്യത്തെ സമ്മേളനം തൊട്ട് തന്നെ മൈക്കിന് അതെ മൈക്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്, അല്ലേ? നിങ്ങൾ എന്നാ പറയുന്നു? പ്രോഗ്രാം ഈ മീറ്റിംഗ് സോഫാർ അറ്റൻഡ് ചെയ്തിട്ട് നല്ലതായിരിക്കും അല്ലേ? അതെ, ഞാൻ എന്ത് പറയുന്നു? അവിടെ ഫുഡ് ചോറ് കിട്ടിയപ്പോൾ ഇച്ചിരി മുന്നോട്ടാണ് നിൽക്കുന്നതായിട്ട് തോന്നി. ശരി. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താലും നല്ലതായിരുന്നു. പക്ഷേ വീണ്ടും ഭക്ഷണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ വെണ്ടറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേരളീയ ഫുഡുകൾ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. രാവിലെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് നല്ല ഫുഡ് വരുന്നുണ്ട്. നാളെ ഉച്ചയ്ക്കത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാനം കേരളീയ വിഭവങ്ങൾ 9 or 10 വിഭവങ്ങളോട് കൂടിയ ചോറും കറിയുമാണ് കൊടുക്കുന്നത്. കേരളീയ വിഭവമാണ് കൊടുക്കുന്നത്. അതോടെയാണ് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുന്നത്. ഇത് നമ്മളൊന്ന് പരീക്ഷണമാണ്. ഇതിനു മുമ്പ് ഒരു കോൺഫറൻസിൽ അങ്ങനെ നടത്തിയിട്ടില്ല. നമ്മൾ നോക്കുകയായിരുന്നു. ചില പാളജികളൊക്കെ എപ്പോഴും എവിടെയാണെങ്കിലും ഉണ്ടാകാമല്ലോ. അത് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതികരണത്തിന് ഞാൻ പറഞ്ഞാൽ ഒരു സെക്കൻഡ്.